ഒരു കല്യാണം കൂടെ കഴിച്ചാലോ? ഒന്നെന്നെ കഴിക്കാത്തവരോടാണോ ഈ ചോദ്യം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കും വേണമെങ്കിൽ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പറഞ്ഞു വരുന്നത്, ജീവിച്ച് കൊതി തീരും മുമ്പേ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളെ കുറിച്ചാണ്. ആ സമയത്ത് വിരഹവേദന കാരണം അല്ലെങ്കിൽ മക്കളെ ഓർത്ത് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അവർ സമ്മതിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹു തആല മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായ മറവി കാരണം അവരും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന് ആവശ്യമുള്ള, ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ അവർക്കുണ്ടാവുമല്ലോ. ജീവിതാവസാനം വരെ ഇതെല്ലാം ഉള്ളിലൊതുക്കി കഴിയണമെന്ന് അവരെ നിർബന്ധിക്കേണ്ടതില്ലല്ലോ. ഒരുപക്ഷെ മറ്റൊരു വഴിയിലേക്ക്, ഹറാമായൊരു വഴിയിലേക്ക് അവർ മാറി സഞ്ചരിച്ചാൽ അതിന് ഉത്തരവാദികൾ ബന്ധപ്പെട്ട കുടുംബക്കാരും അടുത്ത ആളുകളായിരിക്കുമല്ലോ. ഇവിടെയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത്. ഒരു വിവാഹം ചെയ്ത ആളുകൾക്ക് ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സമ്മതത്തോടു കൂടി ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു ജീവിതം നൽകുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് നമുക്ക് കാണേണ്ടതില്ല. ആ സ്ത്രീക്കും അവരുടെ മക്കൾക്കും നമ്മളൊരു താങ്ങാകാൻ പറ്റുക എന്നതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി ഇതിൻ്റെ നേരെ മറുപുറം നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രായമായതിന് ശേഷം ഉമ്മ മരണപ്പെട്ടാൽ ഉപ്പയെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കുക എന്നത് പൊതുവെ മക്കൾക്കൊരു വല്ലാത്ത അരോചകമായി തോന്നാറുണ്ട്. ഒരുപക്ഷെ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിലാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ അതൊരു മാനക്കേടാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാവാം. അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഏതൊരു മനുഷ്യനും ഒരു തുണയുണ്ടാവുക എന്നത് ഏതൊരു പ്രായത്തിലും അനിവാര്യതയാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സെറ്റ് ചെയ്തു വെച്ച സാമൂഹിക സിസ്റ്റം കാരണം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരുമുണ്ട്. ആ സംവിധാനം പൊളിക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നറിയാം. എങ്കിലും പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, ഇടപെട്ടുകൊണ്ടേയിരുന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സാധ്യമാണ്.